സമരത്തോടുള്ള താല്പര്യമല്ല, പണത്തോടുള്ള ആർത്തിയാണ്. അവരൊക്കെ പണം മേടിച്ചു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന മലയാളികളുടെ ഒരു ആങ്കർ അല്ലെങ്കിൽ ആങ്കറിങ് എന്ന് പറയുന്ന അതിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു പെൺതരിയാണ് രഞ്ജിനി ഹരിദാസ്. ഒരു സംശയമില്ല, സൂപ്പർബാണ്. അത്രയും ഗഡ്സോട് കൂടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള മലയാളത്തിലും അതിഗംഭീരമായിട്ടുള്ള ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആ ഒരു തകർത്താടും. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മലയാളികൾക്കും രഞ്ജിനി ഹരിദാസിന് ഇഷ്ടമല്ല, അവളുടെ വർത്തമാനങ്ങൾ ഇഷ്ടമല്ല. കാരണം സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മലയാളികൾക്ക് അങ്ങനെയാണ്, നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് ചിരിക്കുന്ന, ഉറക്കെ സംസാരിക്കുന്ന സ്ത്രീകളൊന്നും അത്ര കണ്ട് ഇഷ്ടമല്ല മലയാളികൾക്ക്. നമ്മൾക്ക് ആ പണ്ടത്തെ സ്ത്രീത്വമുണ്ടല്ലോ, നമ്മളിങ്ങനെ നഖമൊക്കെ ഇങ്ങനെ കടിച്ച് തള്ളവരൽ കൊണ്ട് 4 റാ വരച്ച് നിൽക്കുന്ന ശാലീന കുലന്തലകൾ, അത്തരം കുലന്തലകളെ മാത്രമാണ് മലയാളികൾക്ക് ഇഷ്ടമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രഞ്ജിനി ഹരിദാസിനെ പലർക്കും ഇഷ്ടമല്ല. ഇപ്പോഴതാ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് അതിഗംഭീരമായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ തോൽപ്പിച്ചു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJPക്കാരനോട് കുറച്ചാളുകൾ പോയി ചോദിച്ചു CJP സമരത്തെക്കുറിച്ചിട്ട്. 100% സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാതെ നമ്മുടെ രാജ്യത്ത് അന്ന് തന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച ഈ ടീമിനോട് ചോദ്യം ചോദിക്കാൻ പോയ അവന്മാരൊക്കെ ആദ്യം തല്ലണം. എന്തായാലും രഞ്ജിനി ഹരിദാസിനെ കൂടി ചോദിച്ചപ്പോഴേ രഞ്ജിനി ഹരിദാസൊക്കെ പോകുന്നത് പണത്തിന് വേണ്ടിയിട്ടാണത്രേ. എവിടെ നിന്ന് പണം? 2 സ്ഥലത്തു നിന്നാണ് ഇവർക്ക് പണം വരാനുള്ളത് കേട്ടോ. ഒന്ന് പാകിസ്ഥാനിൽ നിന്നാണ്, ഒന്ന് ചൈനയിൽ നിന്നാണ്. 2 നമുക്ക് എതിരുകൾ. ഇതല്ലാതെ ഇവർക്ക് പറയാനില്ല. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ സംസാരിക്കില്ല എന്നുള്ളതാണ്. ഇവർക്ക് അയാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രഞ്ജിനി ഹരിദാസിൻ്റെ ചൈനയുടെയും പാകിസ്ഥാനിൻ്റെയും പണം ലവൾ നമ്മുടെ മലയാളത്തുകാരിയാണ്. അതിഗംഭീരമായിട്ട് അധ്വാനിക്കുന്നുണ്ട്, ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, സുഖസുന്ദരമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഇദ്ദേഹത്തെ പോലെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ നിങ്ങൾ കേൾക്കുക തന്നെ വേണം കേട്ടോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ. ഞാൻ 100% അങ്ങനത്തെ ഒരാളാണോ ശരിക്കും? രഞ്ജിനി ഹരിദാസായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല, അങ്ങനെ ആളാണെന്ന് അറിയാം. പക്ഷേ എന്തോ ഒരു മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ആശാവർക്കേഴ്സിന്റെ സമരം ഇവർ പറയുന്നത് ആശാവർക്കന്മാരുടെ സമരത്തിന് എന്തുകൊണ്ട് രഞ്ജിനി ഹരിദാസ് പങ്കെടുത്തില്ല? നാട്ടിൽ നടക്കുന്ന എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് കുട്ടികളുടെ ഭാവിയെ ആശാവർക്കന്മാരൊക്കെ വിടുക. അതൊക്കെ അത്യാവശ്യം മുതിർന്ന ആൾക്കാർ. അവർക്ക് സമരം ചെയ്യാൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയും മറ്റുമൊക്കെ അവർക്ക് പുറകിലുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ കോൺഗ്രസ്സുകാരായിരുന്നു ആ ഒരു സമരത്തിന് പുറകിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് തീർച്ചയായിട്ടും രഞ്ജിനി ഹരിദാസ് അടക്കമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതൊക്കെ വിട്ടേക്കൂ, നിങ്ങളൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നടക്കുന്ന സമരം കുട്ടികളുടെ ഭാവിയെ കണ്ടിട്ടുള്ള സമരമാണ്. അപ്പോൾ അത് ഒട്ടും പരിഗണിക്കാതിരിക്കുക, അതിന് മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി മൈൻഡ് ചെയ്യുകയാണെങ്കിൽ അടിച്ച് തല പൊട്ടിക്കുന്ന സ്വന്തം കുട്ടികളെ തന്നെ അച്ഛനമ്മമാർ തല പൊട്ടിക്കുന്ന പോലെയല്ലേ ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഉത്തരം പറയുമ്പോൾ പണം മേടിച്ചിട്ടാണ് രഞ്ജിനി ഹരിദാസ് ഈ സമരത്തിന് പോയതെന്നൊക്കെ പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും രഞ്ജിനി ഹരിദാസ് തന്നെയാണ് ഉത്തരം പറയേണ്ടത് കേട്ടോ. എന്തായാലും ഫുള്ള് കേൾക്ക്. കേരളത്തിൽ നിരവധി സമരങ്ങൾ നടന്നപ്പോൾ കാണാത്ത ആളുകൾ വളരെ പെട്ടെന്ന് ഓടി പാറ്റയാണ് പല്ലിയാണെന്ന് പറഞ്ഞ് പോണെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ. അപ്പൊ സമരത്തോടുള്ള താല്പര്യം കണ്ടില്ലേ? പാറ്റയാണ് പല്ലിയാണ് എന്നാ പറയുന്നത്. എന്തൊരു പരിഹാസമാണെന്ന് ആലോചിച്ച് നോക്കി. ആ പരിഹാസം ആരോടാണ്? നമ്മുടെ യുവാക്കളോടാണ്, നമ്മുടെ കുട്ടികളോടാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം എന്നുള്ളതാണ്. എന്തായാലും അവർ നടത്തിയ സമരം കാണുക തന്നെ വേണം കേട്ടോ. അവരക്ഷരാർത്ഥത്തിൽ സ്വന്തം പൈസ മുടക്കിയിട്ട് അവിടെ പോയി സമരം ചെയ്തതാണ്. എന്തായാലും ഇതിനെതിരെ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇത്തരം വിഷയങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള മറുപടി രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ആളുകൾക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് രഞ്ജിനി ഹരിദാസിന് സമരം ചെയ്യുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബൈ.